നമസ്കാരം സുഹൃത്തുക്കളെ. സർ, 2 ദിവസം മുമ്പാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു അധ്യാപകൻ ഒരു ചോദ്യമുണ്ടാക്കിയതിന്റെ പേരിൽ ശിക്ഷാ നടപടിക്ക് വിധേയനായിരിക്കുന്നത്. സർ പ്ലീസ്, സർ ഐ ആം ടോക്കിംഗ് അബൌട്ട് അവർ നാഷണൽ ഇന്റഗ്രിറ്റി. സർ, ഈ അധ്യാപകൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ആരാധ്യനായ VD സവർക്കറെ കുറിച്ച് ചോദ്യമുണ്ടാക്കിയതിന്റെ പേരിലാണ്. സർ, VD സവർക്കർ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സദാനന്ദ മാസ്റ്റർ അവിടെ സവർക്കർ വിവാദം സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്തിനാണ് ഇന്ത്യ മുന്നണിയിലെ MP-മാർ ബഹളം വെക്കുന്നത്? അപ്പോൾ അവർക്ക് വളരെ നന്നായിട്ടറിയാം ഈ ഒരു വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണെങ്കിൽ തങ്ങൾക്ക് പണി കിട്ടും എന്നവർക്കറിയാം. അതുകൊണ്ടാണല്ലോ അവർ ബഹളം വെക്കുന്നത്. അല്ലാതെ അവർ ചെയ്യാത്ത കാര്യമൊന്നുമല്ല സദാനന്ദൻ മാസ്റ്റർ അവിടെ പറഞ്ഞത്. നമുക്കറിയാം, കാസർഗോഡ് ഒരു അധ്യാപകൻ ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ കാലം തടവിലിട്ട വ്യക്തി ആരാണ് എന്നൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവും സവർക്കർ എന്ന് തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ഈ വിഷയമാണ് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ ഉന്നയിച്ചത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന് കണ്ടപ്പോൾ എന്തിനാണ് ഇവർ ബഹളം വെക്കുന്നത്? അവർ ചെയ്യാത്ത കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്. അവർ ചെയ്ത കാര്യമാണെങ്കിൽ ഞങ്ങൾ ചെയ്തതാണ്, അതിനെന്താണ് കുഴപ്പം എന്നാണ് അവർ ചോദിക്കേണ്ടത്. അത് അവരുടെ അവസരം വരുമ്പോൾ ചോദിക്കണം. മറിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് സവർക്കറുടെ പേര് പോലും പറയിപ്പിക്കാതെ അവർ അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ആ വിവാദത്തെ ഭയക്കുന്നു. ഇവിടെ ഇസ്ലാമിസ്റ്റുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാം. പക്ഷേ അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ഒന്നും നിലനിൽക്കില്ല. കാരണം അദ്ദേഹം കോടതിയിൽ പോയാൽ കോടതി ആ സസ്പെൻഷൻ ചെയ്തവരെ തീർച്ചയായിട്ടും താക്കീത് കൊടുക്കും. കാരണം എന്ത് കാരണം കൊണ്ടാണ്? അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഉത്തരം പറഞ്ഞു തരണം. ആരാണ് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത്? ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ ഇട്ടത് മറ്റേതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറ. ഇല്ല, സവർക്കർ അല്ലാതെ മറ്റാരുമല്ല, അത് സവർക്കർ തന്നെയാണ്. അപ്പോൾ ആ ഉത്തരത്തിന് ഒരു തെറ്റുമില്ല, ചോദ്യത്തിനും ഒരു തെറ്റുമില്ല. അത് രാജ്യസഭയിൽ ഉന്നയിച്ചപ്പോൾ എന്തിനാണ് ഇവർ ബഹളം വെക്കുന്നത്? മുൻപ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ നടത്തി കഴിയുമ്പോൾ അത് അവിടെ ചോദിക്കാൻ ആളില്ലായിരുന്നു. ഇന്ന് ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ, ലോകസഭയിൽ ഇവിടെ നിന്ന് ഒരാളേ ഉള്ളൂ, പക്ഷേ രാജ്യസഭയിൽ ഒന്നിലധികം ആളുകളുണ്ട്. അവിടെയാണ് ഇവർക്ക് പിഴച്ചത്. ഇപ്പോൾ ഇതാ സദാനന്ദൻ മാസ്റ്റർ അത് ചോദിക്കുന്നു. ഇവരെന്തിനാണ് ബഹളം വെക്കുന്നത്? അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം ദേശീയ തലത്തിൽ അത് ചർച്ചയായാൽ കോൺഗ്രസിനും പണിയാണ്, അതേപോലെ തന്നെ CPM-നും പണിയാണെന്ന് അറിയാം. കാരണം മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടല്ലോ ഈ CPM-ൻ്റെ DYFയും മറ്റുമൊക്കെ ഉണ്ട്. അവരവിടെ ഈ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ജന്മദിനത്തിനും മറ്റുമൊക്കെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നവരാണ്. അവർ ആ ദിനമൊക്കെ ആചരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സവർക്കറേയും ഛത്രപതി ശിവാജിയൊന്നും തള്ളിപ്പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കാനേ പറ്റില്ല. മഹാരാഷ്ട്രയിലൊക്കെ ഒരു MLA ഒക്കെ മറ്റോ അവർക്കുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ സവർക്കറിനെയും അതേപോലെ തന്നെ ഛത്രപതി ശിവാജി മഹാരാജിനെയൊക്കെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ള MLAയും പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതാവും. അപ്പോൾ ആ ഭയമുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം അവിടെ ഉന്നയിക്കുമ്പോൾ അവർ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഈ നട്ടലില്ലാത്ത പണിക്ക് പോകുന്നത്? നിങ്ങളിവിടെ ആ കാര്യം ചെയ്തതാണെങ്കിൽ അവിടെ അത് സംഭവിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ അത് ഉന്നയിക്കുന്ന ആ വിഷയം രാജ്യശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളെ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നെങ്കിൽ നിങ്ങൾ ഭീരുക്കളാണ്. നിങ്ങൾ നട്ടലില്ലാത്തവരാണ്, നിങ്ങൾക്ക് ആർജവമില്ലാത്തവരാണ്, നിങ്ങൾക്ക് നിലപാടില്ലാത്തവരാണ്. നിങ്ങൾ ആരുടെയൊക്കെ മുന്നിൽ മുട്ടിലിഴഞ്ഞ് നക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഷൂ നക്കികൾ നിങ്ങളാണ്. ഇത് ഇപ്പോൾ രാജ്യത്തിന് മനസ്സിലാവുന്നുണ്ട്.